യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മാസം മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചത് തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ്. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിൽ പ്രാധാന്യത്തോടെയും ഗൗരവം കൊടുത്തും പ്രാർത്ഥിച്ചത് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കേൾക്കുന്ന ഓരോ വചനവും ഒരു പുതിയ അനുഗ്രഹത്തെയാണ് എന്നിൽ കൊണ്ടുവരുന്നത്. ഓരോ വചനവും ഒരു പുതിയ അനുഗ്രഹത്തെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും, എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും. വിശ്വസിച്ച് ഒന്ന് പറയാം, ഞാൻ കേൾക്കുന്ന ഈ വചനം ഒരു പുതിയ അനുഗ്രഹത്തെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരും. പ്രതീക്ഷയോടെ ഈ ദിവസം ഈ വചനം കേൾക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 5:7. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നവനാണ് ദൈവം. എൻ്റെ കുടുംബത്തിൽ ഇടപെടുന്നവനാണ് ദൈവം. ഇടപെടുന്ന ഒരാളായതുകൊണ്ടല്ല ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? വിശ്വസിക്കുക, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഇടപെടും. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, സാമ്പത്തികത്തിനകത്ത്, വിദ്യാഭ്യാസത്തിനകത്ത്, ബിസിനസ്സിൽ, കുടുംബജീവിതത്തിൽ, ആരോഗ്യത്തിൽ, പ്രാർത്ഥിക്കുന്ന സകല വിഷയവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കാര്യത്തിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ഇടപെടും. അത്ഭുതകരമായി ഇടപെടും. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കാൻ. ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളോട് പറഞ്ഞത്, ദൈവം ഇടപെടുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ നടേണ്ട സ്ഥാനത്തും സ്ഥലത്തും നടാനാണ്. ഓരോന്നും നടേണ്ട സ്ഥലമുണ്ട്. നടേണ്ട സ്ഥലത്ത് നട്ടാലേ അതിന് ഫലമുള്ളൂ, അതിന് ഗുണമുള്ളൂ. ദൈവമാണ് ഓരോരുത്തരെ നടേണ്ട സ്ഥാനത്ത് നടും. ഇപ്പോൾ വായിച്ചു കേട്ട ഈ വചനം പിശാചു ബാധിതനാണ്. ശവക്കല്ലറകളിലും വസ്ത്രം ധരിക്കാതെയും സ്വന്തം ശരീരം ഇടിച്ചും കുത്തിയും ചതച്ചും പിശാച് അവനെ തകർക്കുന്ന, ഭാവി നഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്താണ് അവനെ നട്ടെ. ദൈവം എന്തിനാ ഇടപെട്ടെന്നറിയോ? ആ മനുഷ്യനെ അവിടെ നിന്ന് പറിച്ചെടുത്ത് നടേണ്ട സ്ഥാനത്ത് നട്ടൊരു അനുഗ്രഹമാക്കി, പ്ലസ് അത്ഭുതമാക്കി. എവിടെയാ പിശാച് കൊണ്ട് നട്ടത്? ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ഒരു കുഴിയിൽ, ശവക്കല്ലറകളിൽ സ്വന്തം ശരീരത്തെ ഇടിച്ചും കുത്തിയും പരിക്കേൽപ്പിച്ചും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ഭാവിയും തകർക്കുന്ന വിധത്തിൽ പിശാച് കൊണ്ട് നട്ടു. ആ വ്യക്തിയിൽ ദൈവം ഇടപെട്ടപ്പോൾ എവിടെ അവനെ എത്തിച്ചെന്നറിയാവോ? ആ വ്യക്തി ഒരു അനുഗ്രഹമാകത്തക്ക വിധം ദൈവം ഒരു വലിയ സുവിശേഷകനായി നട്ടു. ഒരു വലിയ സുവിശേഷകനായി ആ മനുഷ്യനെ നട്ടു. 5-ാം അധ്യായം 20-ാമത്തെ വാക്യം അതാണ്. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്തതെന്തെന്ന് ദെക്കോപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ആള് ദൈവത്തെ കൊടുക്കുന്ന വലിയൊരു പ്രഘോഷകനായി മാറി. നടേണ്ട സ്ഥാനത്ത് ദൈവം അവനെ പറിച്ചു നട്ടു. അപ്പോൾ അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ അത്ഭുതപ്പെടുന്ന വിധത്തിൽ അവനെ അനുഗ്രഹിച്ചെത്തിച്ചു. നിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കി പലർക്കും സഹതാപമായിരിക്കും, അയ്യോഭാവമായിരിക്കും. കഷ്ടം, എന്തോ ഒരു കഷ്ടമാ, നീ എന്താ ഇങ്ങനെ ആയിപ്പോയേ, നിനക്കെന്നാ പറ്റിയേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ദയനീയ അവസ്ഥയും സാഹചര്യവും കണ്ടിട്ട് പറയുന്നേ. ദൈവവചനം കേൾക്കുന്ന നിന്നെ ആ അവസ്ഥയിൽ നിന്ന് ദൈവം ഇടപെട്ട്
നിന്നെ നടേണ്ട സ്ഥാനത്ത് നട്ട് അവിടെ വളർത്തിയ ഒരു അനുഗ്രഹവും പ്ലസ് ഒരു അത്ഭുതവും ആക്കുമ്പം നിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെടുന്ന വിധത്തിൽ, പ്രിയപ്പെട്ടവർ അത്ഭുതപ്പെടുന്ന വിധത്തിൽ, കൂടപ്പിറപ്പുകൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ, ഒപ്പം പഠിച്ചവർ, മിത്രങ്ങൾ, സഹപാഠികൾ, ദേശക്കാർ, പള്ളിക്കാർ, നാട്ടുകാർ ഒക്കെ, അയൽവാസികളൊക്കെ അത്ഭുതപ്പെടുന്ന വിധത്തിൽ ഇദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു, എങ്ങനെ ഇങ്ങനെ എത്തി, എങ്ങനെ ഈ വ്യക്തി മാറി, അത്ഭുതപ്പെടുന്ന വിധത്തിൽ എങ്ങനെ കിടന്നൊരു മനുഷ്യനാ, എങ്ങനെ കിടന്നൊരു ജീവിതമാ, എങ്ങനെ തകർന്നു പോയ ഒരാളാ, എത്രമാത്രം ചീഞ്ഞു കിടന്ന ഒരു അവസ്ഥയായിരുന്നു, ഇതെങ്ങനെ ഈ മനുഷ്യൻ ഇത്രയും ഉയർന്ന നിലയിലെത്തി? അത് ദൈവം ആ വ്യക്തിയിൽ ഇടപെട്ടത് കൊണ്ടാണ്. ദൈവം ഇടപെടുമ്പോൾ ഇന്ന് സഹതാപം അയ്യോഭാവം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ദൈവം അത്ഭുതമാക്കി ഉയർത്തി നിർത്തും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ടെ, ഒരു പക്ഷേ ഇതേപോലെ തകർന്നു കിടക്കുന്നവരുണ്ട്, പരാജയപ്പെട്ട് കിടക്കുന്നവരുണ്ട്, നഷ്ടത്തിൽ കിടക്കുന്നവരുണ്ട്, ചീഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്, പാപത്തിൽ കിടക്കുന്നവരുണ്ട്. ഈ വചനം നിന്നെ ദൈവം കേൾപ്പിച്ചത്, ഈ വചനം ദൈവം നിങ്ങളുടെ ചെവികളിൽ എത്തിച്ചത്, വീടുകളിൽ എത്തിച്ചത്, ആ സ്ഥാനത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിന്നെ പറിച്ചു നടാൻ ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടാണ്, ദൈവത്തിനൊരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. അവിടുന്ന് നിന്നെ പറിച്ചു നടുന്നത് മറ്റൊരു കുഴിയിലേക്കല്ല, വളരാൻ പറ്റുന്ന, രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മണ്ണിൽ, ഒരു നിയോഗത്തിൽ നിന്നെ നടും, ഒരു ഉദ്ദേശത്തിൽ ദൈവം നടും. നീ പഠിക്കാൻ പോകുന്ന വിഷയം, നീ പഠിക്കാൻ പോകുന്ന കോളേജ്, എടുക്കുന്ന തീരുമാനം, ഇതൊക്കെ നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം തന്നെ തൻ്റെ കൈകൾ കൊണ്ട് പറിച്ചു നടുന്ന പോലെ, പരിചരിച്ച് വളർത്തുന്നത് പോലെ ദൈവം നിന്നെ വളർത്താൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അനേകർ നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ വെളിപ്പെടുമ്പോൾ നീ ഇങ്ങനെ എങ്ങനെ ആയിത്തീർന്നുവെന്ന് അത്ഭുതപ്പെടാനിടവരും. ജീവിതത്തെയെല്ലാം ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുക. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഒന്ന് ചിന്തിച്ചാൽ മതി, എത്രയോ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടന്ന ഒരവസ്ഥയെന്നാ ഇന്ന് പലരും അത്ഭുതപ്പെടുന്ന വിധത്തിൽ ദെക്കോപോളിസിൽ ഒരു സ്റ്റേജിൽ ആ വ്യക്തിയെ നിർത്തിയിരിക്കുന്നത്. ദെക്കോപോളിസിൽ ഒരു പ്ലാറ്റ്ഫോമിൽ അനേകരുടെ മുമ്പിലാണ് നിർത്തിയിരിക്കുന്നത്. ഇന്നലകളിൽ ശവക്കല്ലറകളിൽ വസ്ത്രം ധരിക്കാതെ, ആർക്കും ഇഷ്ടമില്ലാതെ, എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഇന്ന് ഒരു സ്റ്റേജിലാണ് നിർത്തിയിരിക്കുന്നത്. അനേകർ കാണത്തക്ക വിധം, അത്ഭുതപ്പെടുന്ന വിധം നടേണ്ട സ്ഥാനത്ത് നട്ടു വളർത്തിയ ദൈവം. പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെയും ഇതുപോലെ രൂപാന്തരപ്പെടുത്തണമേ. ഈ വചനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ, ദൈവമേ, അവരെ നടേണ്ട സ്ഥാനത്ത് അങ്ങയുടെ കരങ്ങൾ അവരെ നട്ടുപിടിപ്പിക്കണമേ. അവരെ വളരേണ്ട സ്ഥാനത്തും നടണമേ. ഫലം കായ്ക്കത്തക്ക വിധം അവരെ അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ പ്രതീക്ഷകൾ സകലതും വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവർ, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചവർ, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, നൊവേനെ ചൊല്ലി പ്രാർത്ഥിച്ചവർ, മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ചവർ, സകലരെയും ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെയുള്ള നിയോഗ പാത്രങ്ങളിൽ കണ്ണുനീരോടെ, വേദനയോടെ എഴുതിയിട്ട ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഈ ഒരു മാസക്കാലം പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കുട്ടികൾക്ക് വേണ്ടി. ജൂലൈ മാസം വ്യത്യസ്തമായ വിധത്തിൽ ഒരു പടി കൂടെ ഉയർന്ന്, ഒരു സ്റ്റെപ്പ് കൂടെ അനുഗ്രഹം ലഭിക്കത്തക്ക വിധം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു പടി കൂടെ ഉയർന്ന്, ഒരു പടി കൂടെ അനുഗ്രഹം ലഭിക്കത്തക്ക വിധം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവയുടെ വചനം കേട്ട ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, ഈ തലമുറയെ അനുഗ്രഹിക്കണമേ, ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, ഈ രോഗിയെ സൗഖ്യമാക്കണമേ, ഈ അപകടം പറ്റിയ ആളെ എഴുന്നേൽപ്പിക്കണമേ, ഈ ശാരീരിക വേദനയുള്ളവരെ സൗഖ്യമാക്കണമേ, ഈ തലമുറകളെ അനുഗ്രഹിക്കണമേ, പഠിക്കാനും പ്രാർത്ഥിക്കുവാനും കഴിവ് കൊടുക്കണമേ, ബുദ്ധിശക്തി, ഓർമ്മശക്തി, വിവേചന ശക്തി കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ഞായറാഴ്ച നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ലോകം മുഴുവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ ബലിയോടും നിങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണാം. നാളെ ഈ മാസത്തിൻ്റെ അവസാന ദിവസമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന 5:30 സമയമാണ്.
സാധ്യമായ എല്ലാവരും പരസ്പരം പറയുകയും പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ 5:30 കാണുന്നത് വരെ വലിയവനായ ദൈവം തൻ്റെ അനുഗ്രഹമുള്ള കരങ്ങളിൽ എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.